ഒന്നര പതിറ്റാണ്ടിന്റെ പകിട്ടിൽ SKSSF കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നോമ്പുതുറ. റംസാൻ 1 മുതൽ 30 വരെ കൊടക്കാട് SKSSF സംഘടിപ്പിക്കാറുള്ള നോമ്പുതുറ 15ാം വർഷത്തിലേക്ക്. ദിനംപ്രതി 200ഓളം പേരാണ് നോമ്പുതുറയ്ക്കായി പന്തലിൽ എത്തിച്ചേരുന്നത്. മരുന്നുകഞ്ഞിയും ചമ്മന്തിയും ഫ്രൂട്ട്സും എണ്ണക്കടിയും ചായയും ജ്യൂസും അടങ്ങുന്ന വിഭവസമൃദ്ധമായ നോമ്പുതുറയാണ് കമ്മിറ്റി ഒരുക്കാറുള്ളത്. കൂടാതെ 4 മണി മുതൽ സമീപ പ്രദേശങ്ങളിലെ 100 കണക്കിന് വീടുകളിൽ നിന്നാണ് പാഴ്സലിനായി എത്തിച്ചേരുന്നത്. ജില്ലാ SKSSF പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ തങ്ങൾ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ SKSF പരിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോൾ ഇഫ്താർ ടെന്റുകൾ നടത്താറുണ്ട്. ഓരോ യൂണിറ്റുകൾ ബേസ് ചെയ്തുകൊണ്ടും മേഖലകൾ ബേസ് ചെയ്തുകൊണ്ടും ഇഫ്താർ ടെന്റുകൾ നടത്താറുണ്ട്. ഇവിടെ SKSF കൊടക്കാട് ശാഖ കമ്മിറ്റി ഏകദേശം 1.5 പതിറ്റാണ്ടോളമായി നടത്തി വരുന്ന പരിപാടിയാണ്. തുടക്കത്തിൽ ചെറിയ രൂപത്തിൽ പള്ളിയിൽ നിസ്കരിക്കാൻ, നിസ്കരിക്കാൻ, നോമ്പ് തുറക്കാൻ വരുന്ന ആളുകൾക്ക് ചെറിയ തോതിൽ അവർക്കുള്ള നോമ്പ് തുറ സംഘടിപ്പിച്ച് ഇന്ന് ഏകദേശം ഏറ്റവും നല്ല രൂപത്തിൽ, അഥവാ സഹൃദയരായിരിക്കുന്ന ആളുകളുടെ അവരുടെ ഒരു സ്നേഹം കൊണ്ടും അവരുടെ സഹകരണം കൊണ്ടും ഇന്ന് ഏകദേശം 100 പരം ആളുകൾക്ക് ഡെയിലി നമുക്കിവിടെ നോമ്പ് തുറക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അഥവാ ഏകദേശം 1.5 പതിറ്റാണ്ടോളമായി നടന്നു വരുന്ന ഇന്നത്തെ ഈ ഒരു വർഷത്തെ നോമ്പ് തുറ അൽഹംദുലില്ലാഹ് വർഷത്തേക്കാളൊക്കെ ഉപരി വളരെ റാഹത്തായി നടത്താൻ വേണ്ടി SKSFന്റെ യൂണിറ്റ് ഭാരവാഹികൾ നിശ്ചയിക്കുകയും അതിനുവേണ്ടി ധാരാളം ആളുകൾ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നു. SKSFന്റെ ഭാരവാഹികൾക്ക് പുറമെ ഉച്ച മുതൽ ഇവിടെ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ധാരാളം ചെറുപ്പക്കാരായ ആളുകൾ, അഥവാ യാത്രക്കാരായ ആളുകൾ പ്രത്യേകിച്ച് അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് നോമ്പ് തുറക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും, അഥവാ നോമ്പ് തുറക്കുന്ന സമയത്തുള്ളതായിരിക്കുന്ന ജ്യൂസുകൾ, ഫ്രൂട്ട്സുകൾ, അതുപോലെ തന്നെ അത് എടുത്തു പറയത്തക്ക ഒരു വിഭവം ഒരു മരുന്ന് കഞ്ഞിയാണ്. അത് ഏകദേശം ഒരു 4-4:30 മണിയാകുമ്പോൾ തന്നെ ആ മരുന്ന് കഞ്ഞി ഇവിടെ തയ്യാറാക്കപ്പെടുന്നു. ആ മരുന്ന് കഞ്ഞി നോമ്പ് തുറക്കുന്ന ആളുകൾക്ക് പുറമെ ഒരുപാട് ആളുകൾ ഒരു 5 മണി മുതൽ തന്നെ അതിന് ഈ നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലായിരിക്കുന്ന ആളുകൾ അത് വന്നുകൊണ്ട് വാങ്ങി പാത്രത്തിൽ നിക്ഷേപിച്ചു കൊണ്ടുപോകുന്ന ഒരു പരിപാടിയുമുണ്ട്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഈ ഒരു പ്രവർത്തനം എത്ര ശ്ലാഘനീയമാണ്, സ്തുത്യർഹമാണ്. ഇതിനുവേണ്ടി സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ റബ്ബ് അർഹമായ അല്ലാഹു നൽകുമാറാവട്ടെ. അതിലുപരി ഇതിനുവേണ്ടി ആത്മാർത്ഥമായി ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ, ഒരു ഭൗതിക താല്പര്യങ്ങളും ആഗ്രഹിക്കാതെ, ഈ ഒരു റമദാനിന്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട്, ഈ റമദാന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന എന്റെ പ്രിയമുള്ള കള്ളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാർ, ഈ നാട്ടിലെ പ്രിയപ്പെട്ടതായിരിക്കുന്ന സഹോദരങ്ങൾ, അവർക്കൊക്കെ റബ്ബ് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇന്ന് ഫെബ്രുവരി 19 SKSF സ്ഥാപക ദിനം കൂടിയാണ്. അതോടൊപ്പം ഈ പരിശുദ്ധ റമദാനിൽ നടത്തുന്ന ആ സഹചാരി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്ന ഒരു പദ്ധതിയാണ് സഹചാരി എന്നുള്ളത്. അതിന്റെ ഫണ്ട് കളക്ഷൻ നാളെ തുടങ്ങുകയാണ്. നമ്മുടെ മഹല്ല് ബേസ് ചെയ്തിട്ട് അത് വാട്സപ്പ് കൂട്ടായ്മയിലും അല്ലാതെയും ഒക്കെ പള്ളിയിൽ വരുന്ന ആളുകളൊക്കെ കളക്ഷൻ ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പിരിച്ച് അത് ഇന്ന് അൽഹംദുലില്ലാഹ് വലിയൊരു കോടിക്കണക്കിന് രൂപ ആയത് മാറിയിരിക്കുന്നു. നമ്മുടെ ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞ വർഷം 75,000 രൂപയോളം പിരിച്ചെടുത്തതിൽ നമുക്ക് 80ന്റെ അടുത്ത് നമുക്ക് ഇവിടെ തന്നെ ഈ മഹല്ലിൽ തന്നെ നമുക്കത് പാവപ്പെട്ടതായിരിക്കുന്ന നിർദ്ധരായിരിക്കുന്ന രോഗികൾക്കും മറ്റും വാങ്ങിക്കൊടുക്കാൻ സഹചാരിയുടെ ഫണ്ടിൽ നിന്ന് സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതിനെല്ലാവരും സഹായങ്ങളും സഹകരണങ്ങളും സഹചാരിക്ക് ഉണ്ടാകണമെന്ന് ആ സംഘടനയുടെ എളിയ പ്രവർത്തനം നടക്കുന്ന നിങ്ങളോട് ഉണർത്തുകയാണ്. മഹല്ല ഖത്തീബ് ഫാറൂഖ് ഫൈസി സംസാരിച്ചു. 10 വർഷത്തിന്റെ മുകളിലായി 10-15 വർഷത്തോളമായി ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിച്ച് ചെറിയ രീതിയിൽ തുടങ്ങി. അൽഹംദുലില്ലാഹ് ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങളുടെ മഹല്ല് മാത്രമല്ല പരിസരത്തുള്ള മഹല്ലുകളൊക്കെ പടർന്നു പന്തലിച്ച് ഇതിനുവേണ്ടി
ആളുകൾ അസ്ര നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ വരികയും കഞ്ഞി കൊടുക്കുകയും അതുപോലെ തന്നെ നോമ്പ് തുറക്കാൻ കുറെ ആളുകൾ യാത്രക്കാരാകുന്ന ആളുകൾക്ക് വളരെ സന്തോഷത്തോടും കൊടുക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ചെയ്തവർക്ക് പറഞ്ഞു ഇതിനുവേണ്ടി ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരും അതിലുപരി പ്രായം പോലും വകവെക്കാതെ രോഗം പോലും വകവെക്കാതെ ഇതിനു വേണ്ടി എല്ലാ റമദാനിക്കും ഇതിനു വേണ്ടി സഹായിക്കുന്ന ശാരീരികമായി മാനസികമായി സഹായിക്കുന്ന പല ആളുകളുണ്ട്. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഇതിനേക്കാൾ വലിയ നല്ല രൂപത്തിൽ ഇത് മുന്നോട്ട് പോകണം. അതിനെല്ലാവരുടെയും സഹായങ്ങൾ ആവശ്യമാണ്. ഇൻഷാ അല്ലാഹ് ഇതിനുവേണ്ടി സഹായിച്ചവർക്കൊക്കെ എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ്. സി കെ ഇസ്മായിൽ, മണ്ണിൽ അബ്ദുൽ നാസർ, ജാഫർ എം, സത്താർ സി കെ സുബൈർ, മണ്ണിൽ ബാബു, മുജീബ് എൻ, മുസ്തഫ സി കെ, റഫീഖ് മാനി, മുനീർ മണ്ണിൽ, നൌഷാദ് കെ പി, ലത്തീഫ്, ഹംസക്കുട്ടി, ബഷീർ വി കെ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. സത്യസന്ധമായ വാർത്തകൾ യഥാസമയം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താൻ ന്യൂസ് മണ്ണാർക്കാട് ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.